എൻ്റേതെന്ന് പറയുവാൻ ഒന്നുമില്ല എന്ന് ഭാരത്തോടെ ഇരിക്കുന്ന പ്രിയമുള്ളവർ, നിൻ്റേതെന്ന് പറയുവാൻ എന്തെങ്കിലുമുണ്ടോ, നീ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് നിന്ദിക്കുമ്പോൾ, എല്ലാം നിറവുമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം നഷ്ടമായി നിരാശയോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം മടക്കി തരുവാൻ കഴിവുള്ളവൻ സംസാരിക്കുന്നത് ഒന്ന് കേൾക്കുവാൻ തയ്യാറാണോ? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. 4-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. 5-ാം വാക്യം ആദ്യ ഭാഗം പറയുന്നു, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. 6-ാം വാക്യം അവസാന ഭാഗം, ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. 4-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. സദൃശ്യവാക്യങ്ങൾ 31-30 വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. യഹോവ ഭക്തനായ മനുഷ്യനായി മാറുവാൻ തയ്യാറാണോ? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. അപ്പോൾ ഭാഗ്യവാനായിത്തീരും. ഉപജീവന മാർഗം ദൈവം തരും. അത് ചെയ്യുവാൻ ആരോഗ്യം തരും. അധ്വാന ഫലം, പാഴ്ചെലവുകൾ വരാതെ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കും. അതുപോലെ വീട്ടിൽ വരേണ്ട കാശ് തെറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഭാര്യയാകുന്ന നന്മ നിനക്ക് നൽകും. പാർക്കുവാൻ വീട് നിനക്ക് നൽകും. ദൈവം തരുന്ന അവകാശവും പ്രതിഫലവുമാകുന്ന മക്കൾ നിനക്ക് നൽകപ്പെടും. സ്വർഗീയ നന്മകൾ, ആത്മീക നന്മകൾ നിനക്ക് നൽകപ്പെടും. ആലയത്തിലുള്ള നന്മ കൊണ്ട്, പുഷ്ടി കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട് ആയുഷ്കാലമൊക്കെയും നന്മ കാണും. നിത്യാലയമായ സ്വർഗീയ നന്മ കാണും. ഭക്തനായിരിക്കുന്നുണ്ടെങ്കിൽ ദീർഘായുസ്സോടെ നിൻ്റെ മക്കളുടെ മക്കളെയും നീ കാണും. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വംശത്തിൽ അനുഗ്രഹവും നന്മയും സമാധാനവും ദൈവം കൽപ്പിക്കും. പുരുഷൻ യഹോവ ഭക്തനായിരിക്കണം. സ്ത്രീ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനും ഭർത്താവിനും കുടുംബത്തിലുള്ളവർക്കും വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായി ഫലം കായ്ക്കണം. സമാധാനത്തിൻ്റെ അടയാളമായ, അഭിഷേകത്തിന് നിഴലായ ഒലിവ് തൈ പോലെ മക്കൾ വളരണം. ഭക്തരായി ജീവിക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം, നിത്യത അവകാശമാക്കാം. ഗോഡ് ബ്ലസ് യു.